ലോകം മുഴുവൻ ആദരിച്ച ഒരു പരമാചാര്യനാണ് കടന്നുപോയത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചക ശബ്ദം നിലച്ചു. തൻ്റെ അവസാന ദിവസം പോലും ഉർബി എറ്റ് ഒർബി എന്ന ആ ഈസ്റ്റർ ദിനത്തിലെ ആ പ്രഭാഷണത്തിൻ്റെ സമയത്തിൽ ലോകത്തിൽ സമാധാനമുണ്ടാകണം, ശാന്തി പുലരണം, അതായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ആഗ്രഹവും അന്ത്യ അഭിലാഷവും. ആ അന്ത്യവചസ്സുകൾ തീർച്ചയായിട്ടും ലോകം പ്രത്യേകമായ വിധത്തിൽ പരിഗണിക്കേണ്ടിയിരിക്കുന്നു, കാതോർക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ആഗോള കത്തോലിക്ക സഭയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വം ദൈവം ഏൽപ്പിച്ചതോടൊപ്പം തന്നെ ജാതിമത ഭേദമന്യേ വിവിധ ഭൂഖണ്ഡങ്ങളിൽ കടന്ന് ഫ്രാൻസിസ് പാപ്പ ലോകത്തിൻ്റെ സമാധാനത്തിനും സൗഹാർദ്ദതയ്ക്കും കൂട്ടായ്മയുള്ള നിലനിൽപ്പിനും വേണ്ടിയാണ് തൻ്റെ സമയവും തൻ്റെ പ്രവാചക ശബ്ദവും ലോകത്തിന് മനസാക്ഷിയുടെ മുൻപിൽ ഉയർത്തിയത്. ആ ശബ്ദം നിലയ്ക്കുമ്പോഴും അതിൻ്റെ പ്രതിധ്വനി, അതിൻ്റെ എക്കോ നമ്മുടെ ഹൃദയങ്ങളിൽ, മനസാക്ഷിയിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ ശത്രുതാ മനോഭാവം വച്ച് പുലർത്തുന്ന ഭരണാധികാരികളുടെ മനസ്സുകളിൽ ഫ്രാൻസിസ് പാപ്പയുടെ ആ ഘനഗാംഭീര പ്രവാചക ശബ്ദം മുഴങ്ങണം. ഇത് ഈ കാലഘട്ടത്തിന് വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. കുറച്ചധികം നാളായി ഇങ്ങനെ രോഗാവസ്ഥയിലും ആശുപത്രി കിടക്കയിലും ഒക്കെ ആണെങ്കിലും ഫ്രാൻസിസ് പാപ്പയുടെ മനസ്സും ഹൃദയവും എന്നും ലോകത്തിന് മുഴുവൻ സുസ്ഥിതിക്ക് വേണ്ടിയായിരുന്നു. ഫ്രatelli tutti, സോദര സർവരും എന്ന ആ സാമൂഹ്യ പ്രബോധനം നൽകിക്കൊണ്ട് വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും അതിർത്തി വരമ്പുകൾക്കപ്പുറം ഒരു മാനവ സംസ്കാരം, ഐക്യം, കൂട്ടായ്മ, അതാണ് ഈ ഒരു കാലഘട്ടത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമെന്നുള്ള ആ ഉറച്ച ബോധ്യം, വിശ്വാസം ജനമനസാക്ഷിയോട് ഫ്രാൻസിസ് പാപ്പ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു. ലൗദാത്തോ സി, ദൈവമേ അങ്ങേക്ക് സ്തുതി എന്നുള്ള ആ പ്രബോധനം അത് ക്രൈസ്തവർക്കോ കത്തോലിക്ക സഭയ്ക്കോ മാത്രമല്ല, ലോകത്തിന് മുഴുവൻ. ടു പ്രൊട്ടക്ട് ദിസ് കോമൺ ഹോം, നമ്മുടെ ഈ പൊതുഭവനം സംരക്ഷിക്കണം. ഇത് നമ്മുടെ ഒരു പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമാണ്. അതാണ് ലൗദാത്തോ സി. 10 വർഷം മുൻപ് ഈ മെയ് മാസം 25-ആം തീയതിയുടെ മുമ്പ് 10 വർഷം തികയുന്നു. അതിന് കൂടുതൽ അടിവരയിട്ട് പ്രഖ്യാപിച്ചതായിരുന്നു ലൗദാത്തോ ദൈവം എന്ന, ദൈവമേ അങ്ങേക്ക് സ്തുതി എന്നുള്ള പ്രബോധനം വഴി. ഈ കാലഘട്ടം നമുക്ക് ചുറ്റുമുള്ള ഈ ഹരിതാപ നിറഞ്ഞ പ്രപഞ്ചം കാത്തുസൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണെന്നാണ് ഫ്രാൻസിസ് പാപ്പ ആകുലതയോടെ പറഞ്ഞത്. ആ ശബ്ദം ഇന്ന് രാവിലെ വത്തിക്കാൻ സമയം 7:45 നിലച്ചുവെങ്കിലും ആ ശബ്ദം ലോകമനസാക്ഷിയോടും നമ്മോടോരോരുത്തരോടും ഓർപ്പിക്കുന്ന വലിയ ഒരു സന്ദേശമുണ്ട്, പ്രതിധ്വനിയുണ്ട്. അത് നാം കാതോർക്കണം. യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ജെമെല്ലി ആശുപത്രിയിൽ ഫെബ്രുവരി പകുതിയോടുകൂടെ അഡ്മിറ്റ് ചെയ്ത ആ ദിവസം മുതൽ എത്രയോ കരുതലോടെ കൂടിയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു കാരണവർ, ഇങ്ങനെയുള്ളൊരു പരമാചാര്യൻ, അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് ജനം തിരിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ജനം മുഴുവൻ ഒന്നു ചേർന്ന് തങ്ങളുടെ ഹൃദയങ്ങൾ സ്വർഗസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചത്. ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, വീണ്ടും വത്തിക്കാനിൽ തിരിച്ചു വന്ന് ഈ ഈസ്റ്റർ ഞായറാഴ്ചയിലെ ആ അവസരങ്ങളും അതിന് തൊട്ട് മുൻപ് ദുഃഖവെള്ളിയിൽ ഫ്രാൻസിസ് പാപ്പയാണ് ഈ പ്രാവശ്യം എത്രയോ നാളുകളായി സഭയുടെ പരമോന്നത
നേതൃത്വം വഹിക്കുന്ന പാപ്പമാർ നയിച്ചിരുന്ന ആ കുരിശിൻ്റെ വഴിയിൽ ഈ വർഷം ഫ്രാൻസിസ് പാപ്പയാണ് തൻ്റെ തന്നെ ആ വ്യക്തിപരമായ ആഗ്രഹം, ക്രിസ്തുവിൻ്റെ മരണത്തിന് ഇന്നും പ്രസക്തിയുണ്ട്, ആ മരണം വഴി ഇന്നും മനുഷ്യർക്ക് നൽകുന്നത് ഒരു പ്രത്യാശയാണ്. കാരണം ആ 14 സ്ഥലങ്ങളിൽ അടങ്ങിയിരിക്കുന്നതല്ല 15-ാം സ്ഥലത്തിലേക്ക്, ആ ഉത്ഥാനത്തിൻ്റെ ആ വലിയ സന്ദേശത്തിലേക്കാണ് വരുന്നതെന്നാണ് ഫ്രാൻസിസ് പാപ്പ ഈ 14 സ്ഥലങ്ങളെ പറ്റിയുള്ള ആ വിചിന്തനം നൽകിക്കൊണ്ടും പറഞ്ഞത്. അങ്ങനെ ഈ ദുഃഖവെള്ളിയിലും ഈ ഗുഡ് ഫ്രൈഡേയിലും ഈ നല്ല വെള്ളിയാഴ്ച നൽകിയ വലിയ മനോഹരമായ സന്ദേശം ഈ ഒരു പ്രത്യാശയുടെ സന്ദേശം തന്നെയാണ്. ഇന്ന് ആ ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ആനന്ദം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ഇതാ ഫ്രാൻസിസ് പാപ്പ ഇന്ന് പ്രഭാതത്തിൽ ദൈവം തന്നെ ഏൽപ്പിച്ച ഈ ഒരു പരമാചാര്യ ശുശ്രൂഷയുടെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വം വിജയപ്രദമായി ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഇതാ കടന്നു പോയിരിക്കുന്നു. ആ ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം പ്രത്യാശയുടെ സന്ദേശം ലോകത്തിന് പകർന്നുകൊണ്ട് നമുക്ക് ഫ്രാൻസിസ് പാപ്പയോട്, ആ നിലപാടുകളോട്, അദ്ദേഹത്തിൻ്റെ ആ വിശ്രമമറിയാത്ത പ്രവർത്തനങ്ങളോടെല്ലാം നന്ദി അർപ്പിക്കാം. പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പ ഈ ഒരു കാലഘട്ടത്തിൽ സഭയിൽ എല്ലാവരുടെയും സ്വരം ശ്രവിക്കണം, അങ്ങനെ കൂട്ടായ്മയുടേതാണ് സഭ എന്ന് പറഞ്ഞാണ് സിനഡ് ഓൺ സിനഡാലിറ്റിയെ പറ്റിയുള്ള സിനഡ്. അതൊരു കാലഘട്ടം തന്നെയായിരുന്നു. 2021 മുതൽ 2024 ഒക്ടോബർ വരെ ആ ഒരു പ്രോസസ്, ആ ഒരു ദീർഘമായ കാലയളവിൽ ഏറ്റവും ചെറിയ കുടുംബങ്ങളിൽ നിന്ന് പോലും ചർച്ചകൾ ചെയ്ത് അത് രൂപതാ തലത്തിലും പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും അങ്ങനെ അന്തർദേശീയ തലത്തിൽ ആഗോള കത്തോലിക്ക സഭയിൽ ഒന്നായി കൂടി വന്നുകൊണ്ട് അവസാനം എല്ലാവരും ഒരുമിച്ച് വന്ന ആ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇത് ഞാൻ അപ്രൂവ് ചെയ്യുന്നു, ഇതാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമെന്ന് അങ്ങനെ സഭയ്ക്ക് തുടർന്നുള്ള ഈ വരും കാലങ്ങളിലേക്ക് ആവശ്യമായ വ്യക്തമായ ഒരു ദിശാബോധം നൽകിക്കൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ കടന്നു പോകുന്നത്. അങ്ങനെ ആഗോള കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, ഫ്രatelli tutti എന്നുള്ള പ്രബോധനം വഴി വിശ്വസാഹോദര്യത്തിന്, എല്ലാ മതവിശ്വാസികളുടെയും കൂട്ടായ്മയ്ക്ക്, ദൈവമായ ആ പിതാവിൻ്റെ മക്കളെന്ന നിലയ്ക്ക് സാഹോദര്യത്തിന് ഊടും പാവും നൽകിക്കൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ സൃഷ്ട പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണം, അങ്ങനെ എത്രയോ മഹോന്നതമായ ഒരു ശുശ്രൂഷയുടെ പരിസമാപ്തിയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ദർശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ ഈ വിയോഗത്തിൽ നാം സങ്കടപ്പെടുകയോ, തീർച്ചയായിട്ടും ഇത്രയും വലിയ ഒരു മനുഷ്യൻ, ഇത്രയും വിശാലമായ ഒരു ഹൃദയമുള്ള ഒരു വ്യക്തി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഇങ്ങനെ വ്യക്തിപരമായി അടുത്ത് ഇടപെടുവാനുള്ള ദൈവാനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തി എന്നതിലേക്ക് നമുക്കേറെ സങ്കടമുണ്ട്, നൊമ്പരമുണ്ട്, ഒരു വേദനയും വിങ്ങലും ഹൃദയത്തിൽ അനുഭവിക്കുന്നു ഈ വാർത്ത ശ്രവിച്ചപ്പോൾ. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് അഭിമാനിക്കാം, ഈ ഒരു കാലഘട്ടത്തിന് യോജിച്ച വിധത്തിൽ തൻ്റെ ജീവിതവും ജീവിതത്തിൻ്റെ സന്ദേശവും നൽകിക്കൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ കടന്നു പോകുന്നത്. അതിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അന്ന് തൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്ത സമയത്ത് ഓർക്കുന്നില്ലേ, ലോകത്തിൻ്റെ അതിർത്തിയിൽ നിന്നാണ് കർദിനാൾമാർ ഒരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ അത് ദൈവം തന്നെ തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു. ദൈവത്തിന് അറിയാം സഭയെ നയിക്കേണ്ട പാസ്തോറസ് ദാബോ ഓബിസ് എന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ, വിശുദ്ധനായ പാപ്പ പറഞ്ഞില്ലേ, ദൈവമാണ് ഓരോ കാലഘട്ടത്തിനും അനുയോജ്യനായ ഇടയന്മാരെ സഭാ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ സഭയെ നയിക്കാൻ എല്ലാവിധത്തിലും യോജിച്ച ഒരു പ്രവാചക
ശബ്ദത്തെ നമുക്ക് നൽകി. അത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഒരു വിധത്തിലും നാം സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദൈവം പദ്ധതി ഒരുക്കിയ ആ നിശ്ചയിച്ച സമയത്ത്, മുഹൂർത്തത്തിൽ ദൈവസന്നിധിയിലേക്ക്, നിത്യപിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ ഈ അടുത്തിടെയുള്ള ചില പ്രബോധനങ്ങൾ തന്നെ എത്രയോ സുന്ദരങ്ങളും. അദ്ദേഹം എഴുതിയില്ലേ, ദിലെക്സിത് നോസ്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ദിലെക്സിത് നോസ്, ആ തിരുഹൃദയത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ പറ്റി ഓർപ്പിക്കുന്ന ആ പ്രബോധനം, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. അതാണ് ദിലെക്സിത് നോസ്. യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മാനുഷികവും ദൈവികവുമായ സ്നേഹത്തെക്കുറിച്ചാണ് ആ പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ എഴുതിയത്. അങ്ങനെ ആ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ആ സ്നേഹം നൽകിയ വലിയൊരു ശുശ്രൂഷയാണ് ഫ്രാൻസിസ് പാപ്പ വഴി സഭയ്ക്ക് ലഭ്യമായത്. അത് നമുക്ക് നന്ദി പറയാം. പറഞ്ഞോളൂ. പിതാവ് പറഞ്ഞു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അതാണ് ഈ സാധാരണ ജൂബിലിയുടെ അവസരത്തിൽ, അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് അതിൻ്റെ സ്ഥാപനത്തിൽ നൽകിയ ഡിക്രി ബൂളയിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, സ്പെസ് നോൺ കോൺഫോംഡിത്. യഥാർത്ഥത്തിൽ ഈ ഒരു ജൂബിലി വർഷത്തിൽ നമുക്ക് പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിൽ അണയാം. ഫ്രാൻസിസ് പാപ്പ നൽകിയ ആ പ്രത്യാശയുടെ വലിയ സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്, തൻ്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട 3-4 വാക്കുകൾ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ തൻ്റെ ഈ അജപാലന ശുശ്രൂഷ നേതൃത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ സഭയിൽ മുഴങ്ങിക്കേൾക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നു. ഒന്ന്, ആനന്ദം അല്ലെങ്കിൽ സന്തോഷം. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പയുടെ പല പ്രബോധനങ്ങളുടെയും ആ ടൈറ്റിൽ തന്നെ അത് നൽകിയിരിക്കുന്നത്. ഗൗദേത്തെ എറ്റ് എക്സുൽത്താത്തെ, ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ. ഈ ആനന്ദം അതെന്തു സംഭവിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. അഷ്ടസൗഭാഗ്യങ്ങളെ പറ്റിയൊക്കെ അതിൽ വിവരിച്ചുകൊണ്ടാണ് ആ പ്രബോധനം ഫ്രാൻസിസ് പാപ്പ ലോകത്തിന് നൽകുന്നത്. കാരണം നിങ്ങളെ അന്യായമായി പീഡിപ്പിക്കുമ്പോഴും അവഹേളിപ്പിക്കുമ്പോഴുമെല്ലാം നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ. ഗൗദേത്തെ എക്സുൽത്താത്തെ, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് എന്നാണ് ഫ്രാൻസിസ് പാപ്പ ആ പ്രബോധനത്തിൽ പറയുന്നത്. മറ്റൊരു പ്രബോധനമാണല്ലോ സുവിശേഷത്തിൻ്റെ ആനന്ദം, ഇവഞ്ചലി ഗൗദിയം, the joy of the gospel. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവരുടെ ഹൃദയങ്ങളിലും മുഴു ജീവിതത്തിലും ഈ സുവിശേഷത്തിൻ്റെ ആനന്ദം കൊണ്ട് നിറയുന്നു എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്. അങ്ങനെ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളിലൊന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഈ സുവിശേഷത്തിൻ്റെ ആനന്ദം കൊണ്ട് നിറയുന്നു. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഈ പാപം, ഏകാന്തത, ആന്തരിക ശൂന്യത, അതിൽ നിന്നെല്ലാം വിമുക്തരാക്കപ്പെടുന്നുവെന്നാണ് ഫ്രാൻസിസ് പാപ്പ ആ പ്രബോധനത്തിൽ വ്യക്തമാക്കുക. അങ്ങനെ ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളിലൊന്ന് ആനന്ദമാണ്. നമുക്ക് ഈ അവസരത്തിലും ദൈവമേ അങ്ങേക്ക് നന്ദി, അങ്ങ് നൽകിയ എല്ലാ കൃപയ്ക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു, കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകാതെ ഈ ഒരു പാത നയിക്കാൻ. മറ്റൊരു വാക്കാണ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടത്, കമ്പാഷൻ, മറ്റുള്ളവരോടുള്ള കാരുണ്യം. അതുകൊണ്ടാണ് കാരുണ്യത്തിൻ്റെ ഒരു വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് കാരുണ്യത്തിൻ്റെ മുഖം, ആ മനോഹരമായിട്ടുള്ള പ്രബോധനം നൽകുകയും അവസാനം മിസരിക്കോർഡിയത്ത് മീസര, കാരുണ്യവും ദയാർക്കയും എന്നുള്ള ആ പ്രബോധനം. അങ്ങനെ ഇതെല്ലാം ഫ്രാൻസിസ് പാപ്പ നൽകിയത് തൻ്റെ ഈ 3 വാക്കുകൾ. ഒന്ന് ആനന്ദം, 2 കാരുണ്യം, മൂന്നാമത്തേതാണ് പ്രത്യാശ. ഇങ്ങനെ ഈ ഒരു സുവിശേഷ ഗുണങ്ങൾ ജീവിതത്തിൽ സഭയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കണം. അപ്പോൾ എന്ത് സംഭവിച്ചാലും തീർച്ചയായും അത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് നാം പരിഗണിക്കണം. ഫ്രാൻസിസ് പാപ്പയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇപ്രകാരം ഒരു നല്ല ഇടയനെ ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഒരു മഹാ ഇടയനെ നൽകിയതിന് നന്ദി അർപ്പിക്കാം.
കുഞ്ഞുങ്ങളോട് എന്തൊരു വാത്സല്യം. ഏറ്റവും അവസാനത്തെ പെസഹ വ്യാഴാഴ്ച ഈ രോഗാവസ്ഥയിൽ ഒരു വീൽ ചെയറിലാണെങ്കിൽ പോലും ഫ്രാൻസിസ് പാപ്പ പോയത് എവിടെയാണ്? ഒരു ജയിലിലേക്കാണ് പോയത്. അങ്ങനെ ഏകാന്തരും പലവിധത്തിലുള്ള പരിത്യക്താവസ്ഥയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെയുള്ള, അവരോടൊപ്പം അവരുടെ സങ്കടങ്ങളിൽ തുടിക്കുന്ന ഒരു ഹൃദയമാണ് ഫ്രാൻസിസ് പാപ്പയുടേതെന്ന് അവസാന നിമിഷം വരെ ഫ്രാൻസിസ് പാപ്പ നമ്മോട് കാണിച്ചു തരുന്നു. ഇതിൽ നമുക്ക് ദൈവത്തിന് മുൻപിൽ നന്ദി അർപ്പിക്കാം. ഈ ഒരു വലിയ മാതൃകയാകട്ടെ, ഈ ഒരു പ്രചോദനമാകട്ടെ സഭാതനയരുടെ ഹൃദയങ്ങളിൽ ഈ അവസരങ്ങളിൽ നിലനിൽക്കേണ്ടതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പിതാവെ, നേരത്തെ പിതാവ് മറ്റൊരു കാര്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വത്തിക്കാൻ ന്യൂസിലും അവർ പറയുന്നൊരു കാര്യമുണ്ട്. ദ ഹോളി ഫാദേഴ്സ് അറ്റൻഷൻ ടു സിനഡാലിറ്റി ഹാസ് ബീൻ ട്രൂലി എ ജേർണി ദാറ്റ് ഹാസ് മൂവ്ഡ് ദ കാത്തലിക് ചർച്ച് ഇൻ അൺപ്രസിഡൻറ്റഡ് വേയ്സ് എന്ന് പറഞ്ഞിട്ട് അവർ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം പോപ്പ് ഫ്രാൻസിസിൻ്റെ പല ചെയ്തികളും അദ്ദേഹം സ്വീകരിച്ച പേര് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിശാല മനസ്കതയും പിതാവ് സൂചിപ്പിച്ചു. അപ്പോൾ ഒരുപക്ഷെ വ്യക്തിപരമായി പിതാവിന് എത്രത്തോളം ആ ഒരു സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ് സഭയ്ക്ക് ഉണ്ടായി എന്നുള്ളത് ഏതൊക്കെ തലങ്ങളിൽ പിതാവിന് വ്യക്തിപരമായി ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നിയത് ഏറ്റവും പ്രത്യേകത ഈ സിനഡാലിറ്റി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഈ ഒരു പുതിയ ദർശനം സഭയ്ക്ക് നൽകുമ്പോഴും ഫ്രാൻസിസ് പാപ്പ തൻ്റെ ജീവിതം വഴി ഈ ഒരു സിനഡാലിറ്റിയാണ് എന്നും സാക്ഷ്യപ്പെടുത്തിയത്. അതെനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അനുഭവപ്പെട്ടത് ഇങ്ങനെ ഭാരതത്തിലെ ലത്തീൻ ബിഷപ്പുമാർ ഇവിടെ നിന്നുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുത്തപ്പോൾ എന്തോ ദൈവാനുഗ്രഹത്തിൽ എന്നെയും കൂടെ തിരഞ്ഞെടുത്തിരുന്നു. ആ 2 വർഷവും 2023 ഒക്ടോബറിലും 2024 ഒക്ടോബറിലും വത്തിക്കാനിൽ നടന്ന ആ സിനഡിൻ്റെ ആ കൂട്ടായ്മയിൽ യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പ മിക്കവാറും എല്ലാ സെഷനുകളിലും ഉണ്ടായിരുന്നു. എല്ലാവരെയും ഇങ്ങനെ ശ്രവിക്കും. ചിലപ്പോൾ തൻ്റെ പേനെടുത്ത് ആ ചെറിയൊരു ഫയലിലെ നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കും. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവെൻഷൻസ്, സംസാരവും മറ്റുള്ളവരെ പോലെ തന്നെ ഏറ്റവും ഹ്രസ്വമായി സമഗ്രമായി അവരുടെ എല്ലാം ആ പങ്കുവയ്ക്കലിൻ്റെ ഒരു പ്രതിസ്പന്ദനമായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ നൽകിയത്. എത്രയോ മാതൃകാപരമാണ്. സിനഡാലിറ്റി ഇത് സഭയ്ക്ക് വേണമെന്ന് ഫ്രാൻസിസ് പാപ്പ നിഷ്കർഷിക്കുമ്പോഴും തൻ്റെ ജീവിതത്തിലും ദർശനത്തിലും തൻ്റെ പ്രവർത്തനത്തിലും എല്ലാം ഈ ഒരു സിനഡാലിറ്റിയുടെ, ഈ ഒരുമിച്ചു നടത്തലിൻ്റെ, ഒരുമിച്ചുള്ള സഹഗമനത്തിൻ്റെ ആ മാതൃക നൽകിയിരുന്നു. ഞാനിപ്പോൾ കാണുന്നത്, സ്ക്രീനിൽ കാണുക, ബെനഡിക്ട് 16 പാപ്പ അദ്ദേഹം വിരമിച്ചതിന് ശേഷം ഫ്രാൻസിസ് പാപ്പയെ തിരഞ്ഞെടുത്തപ്പോൾ അവർ തമ്മിലുള്ള ആ ആത്മീയ ഐക്യം കാരണവർ എന്ന നിലയ്ക്ക്, സഭയുടെ കാരണവർ എന്ന നിലയ്ക്കാണ്. ബഹുമാനാദരവോടുകൂടെ സ്നേഹത്തോടുകൂടെയാണ്. എത്രയോ അനുകരണീയമാണ്. യഥാർത്ഥത്തിൽ അതല്ലേ സിനഡാലിറ്റി. ഫ്രാൻസിസ് പാപ്പ ഇടയ്ക്കിടയ്ക്ക് ബെനഡിക്ട് 16 പാപ്പയെ കാണാൻ പോകും. അവർ തമ്മിലുള്ള ആദരവും സ്നേഹവും ബഹുമാനവും എല്ലാം എത്രയോ മാതൃകാപരമാണ്. കുടുംബങ്ങളിലും സഭാ സമൂഹങ്ങളിലുമൊക്കെ എത്രയോ അനുകരണീയമാണ് ഈ മാതൃക. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഫ്രാൻസിസ് പാപ്പയുടെ അടുത്ത് പോകാം. പ്രത്യേകിച്ച് ആ സിനഡിൻ്റെ ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു. രാവിലെ ഒരു 8:45 9 മണിക്കാണ് സെഷൻ തുടങ്ങുന്നത്. 10-15 മിനിറ്റ് നേരത്തെ ഫ്രാൻസിസ് പാപ്പ വരും, അവിടെ ഇരിക്കും. ആർക്ക് വേണമെങ്കിലും ചെന്ന് സംസാരിക്കാം, കാര്യങ്ങൾ പങ്കുവയ്ക്കാം, ഫോട്ടോ എടുക്കാം, എന്തെങ്കിലും ഓട്ടോഗ്രാഫ് വേണമെങ്കിൽ കുറിക്കാം, പുസ്തകം ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ സൈൻ ചെയ്ത് തരും. അത്ര അവൈലബിൾ. ഞാൻ ഓർക്കുന്നു 2023 ഒക്ടോബറിലാണ് ജീസസ് യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജാഗോ കോൺഫറൻസിൽ 17,000 യുവജനങ്ങൾ ഒരുമിച്ച് വന്ന് ബാംഗ്ലൂരിൽ ക്രൈസ്റ്റ് ക്യാമ്പസിൽ വെച്ച് നടന്ന ആ മഹാസംഗമം നടന്നപ്പോൾ അവർക്ക് വേണ്ടി ഒരു വീഡിയോ തരണമെന്ന് ഞാനാണ് പോയി ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ അതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു സ്വസാങ്ക്തിത്ത ദാവൻ മെസ്സാജ്, ഒരു മെസ്സേജ്, ഈ ഒരു സന്ദേശം ഈ യുവജനങ്ങൾക്ക് വേണ്ടി തരണമെന്ന് പറഞ്ഞപ്പോഴും അവേനെ ശരി, എനിക്ക് ആകാം, കെ കോസദേവോ ധീരെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്കുകളും ആ എന്താണ് ലാളിത്യവും
ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഓക്കെ ഇപ്പൊ തന്നെ എടുക്കാം എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ രണ്ടുപേരെ നേരത്തെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ പാപ്പ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശം, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കണമെന്നാണ് യുവജനങ്ങളോട് ഫ്രാൻസിസ് പാപ്പ അന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാവിധത്തിലും ഏറ്റവും ലാളിത്യത്തോടുകൂടെ ആർക്കും കടന്നു ചെല്ലാൻ വളരെ പ്രത്യേകമായി യുവജനങ്ങളോടും കുഞ്ഞുങ്ങളോടുമുള്ള താല്പര്യം, കരുതൽ. കാരണം അവരാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ സഭയുടെ ഫ്യൂച്ചർ. ദേ ആർ ദ ഫ്യൂച്ചർ ഓഫ് ദ ചേർച്ച്. പക്ഷെ ദ ഫ്യൂച്ചർ ഈസ് ഓൾറെഡി നൗ. അതായത് ഭാവിയാണ്, പക്ഷെ ആ ഭാവി ഇതാ ഇവിടെ ഇപ്പോൾ സന്നിഹിതമാണ് എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്. ഇതെത്രയോ കാലഘട്ടത്തിന് യോജിച്ച ഒരു പ്രവാചക ശബ്ദം തന്നെയാണ്. സിനഡാലിറ്റി എന്ന് പറയുമ്പോൾ ആ സിനഡാലിറ്റി തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ആ സിനഡിന്റെ അവസാനത്തെ സമാപന ഡോക്യുമെന്റിലെ ദ ഫൈനൽ ഡോക്യുമെന്റ് ഓഫ് ദ സിനഡ് ഓൺ സിനഡാലിറ്റി, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ഈ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചർച്ച ചെയ്തത്, ഞാനും ഇതിൻ്റെ അതിൻ്റെ നടപടിഘട്ടങ്ങളിലുണ്ട്. ഇനി മറ്റൊരു ഡോക്യുമെന്റിന് വേണ്ടി കാത്തിരിക്കേണ്ട, നമുക്ക് ഇത് തന്നെ ഫൈനൽ ഡോക്യുമെന്റ് ആകട്ടെ, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അത് പ്രായോഗിക പദത്തിലേക്ക് കൊണ്ടുവരുവാൻ ഉള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാണ് ഫ്രാൻസിസ്. അവിടെയും കാണുന്നത് യഥാർത്ഥത്തിൽ ആ സിനഡാലിറ്റിയുടെ ദർശനമല്ലേ. ഇതാണ് ഫ്രാൻസിസ് പാപ്പയുടെ ലാളിത്യം, കുഞ്ഞുങ്ങളോടും യുവജനങ്ങളോടുമുള്ള കരുതൽ, കാരുണ്യം. വളരെ പ്രത്യേകമായി ഇങ്ങനെ ജയിലിൽ കഴിയുന്നവരുടെ പാദങ്ങൾ കഴുകി 2014 മുതലാണ്. അപ്രകാരം ഒരു പുതിയ പാരമ്പര്യം, പുതിയൊരു പൈതൃകം, അതായത് സഭയിലെ എല്ലാ അംഗങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടായിരിക്കണം ആ കാലുകളിൽ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ സ്ത്രീകളാകാം, കുഞ്ഞുങ്ങളാകാം, അംഗവൈകല്യവും പരിമിതികളിലൂടെ കഴിയുന്നവരാകാം, പരിത്യക്തരാകാം. ഇതെല്ലാം സഭയ്ക്ക് വലിയ ഒരു പൈതൃകം, മാനവികതയുടെ പൈതൃകം, മനുഷ്യത്വത്തിൻ്റെ ഒരു നവ ദർശനം നൽകിയിട്ടാണ് ഫ്രാൻസിസ് പാപ്പ കടന്നു പോകുന്നത്. ഒരു കാലഘട്ടം ഭംഗിയായി മനോഹരമായി പൂർത്തീകരിച്ച് തന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയപ്രദമായി തീർത്ത് ഇതാ സ്വർഗസന്നിധിയിലേക്ക് ഫ്രാൻസിസ് പാപ്പ മടങ്ങുന്നു. ഫ്രാൻസിസ് പാപ്പ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി, ഞങ്ങളുടേതെല്ലാവരുടെയും പ്രാർത്ഥന, അങ്ങ് സ്വർഗസന്നിധിയിലായിരിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണമേ. അതായിരിക്കട്ടെ നമ്മുടെയും ദൈവസന്നിധിയുള്ള അപേക്ഷ. നിത്യശാന്തി നൽകി മാലാഖമാരോടും വിശുദ്ധരോടൊപ്പം ആ സ്വർഗീയ സഹവാസത്തിനുള്ള ആ വലിയ കൃപ ഞങ്ങളുടെ പാപ്പയ്ക്ക് നൽകണമേ. ഞങ്ങളെല്ലാവരെയും സ്നേഹിച്ച, എല്ലാവർക്കും വേണ്ടി ഹൃദയത്തിലൊരിടമുണ്ടായിരുന്ന ഫ്രാൻസിസ് പാപ്പയ്ക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇതാകട്ടെ നമ്മുടെ പ്രാർത്ഥന.